ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അമ്മ ഭരണസമിതിയെ പുറത്താക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. അവിശ്വാസ പ്രമേയ രേഖ തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു വിഭാഗം. അമ്മ നേതൃത്വം അവമതിപ്പുണ്ടാക്കിയെന്നും ഒഴിയണമെന്നും ആവശ്യപ്പെടുന്നു. തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് പറയണം. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ വഴക്ക് പറഞ്ഞു തീർക്കാനായില്ല എന്നുമാണ് വിമർശനം. അവിശ്വാസ പ്രമേയം ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഉന്നയിക്കും. ഇതിനായി ഒരു വിഭാഗം ഒപ്പുശേഖരണം നടത്തി. ജനറൽ ബോഡി യോഗം അല്പസമയത്തിനകം ചേരും. അൻസിബയുടെ ആരോപണവും പ്രത്യാരോപണങ്ങളും യോഗത്തിൽ ചർച്ചയാകും. അൻസിബയ്ക്കെതിരായ അച്ചടക്ക നടപടികളിലേക്ക് നേതൃത്വം നീങ്ങുമെന്നാണ് സൂചന. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, എന്താണ് അമ്മയിൽ നടക്കുന്നത്? ഈ അവിശ്വാസ പ്രമേയ നീക്കത്തിന് ആരൊക്കെയാണ് മുൻതൂക്കം നൽകുന്നത്? ആരൊക്കെയാണ് അതിനുവേണ്ടി തയ്യാറാകുന്നത്? മാധു, നിലവിലെ ഭരണസമിതിയെ മാറ്റാനായി ഒരു വിഭാഗം ആളുകൾ ഒപ്പുശേഖരണം നടത്തുന്നുവെന്ന വാർത്ത നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടതാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ രേഖ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ അംഗങ്ങൾ, ഒപ്പിട്ടിരിക്കുന്ന അംഗങ്ങൾ അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു അവിശ്വാസ പ്രമേയ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളുടെ പിന്തുണയോട് കൂടിയാണ് ഇത്തരത്തിൽ ജനറൽ ബോഡിയിലുള്ള ഒരു വിഭാഗം ആളുകൾ ഈ അവിശ്വാസ പ്രമേയ രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായും എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് ചില ചോദ്യങ്ങളാണ്. എല്ലാ വർഷവും നടത്താറുള്ള ഷോ എന്തുകൊണ്ട് നടത്തുന്നില്ല? മദ്യം വിളമ്പി പാർട്ടി നടത്താനുള്ള അനുവാദം ആരാണ് നൽകിയത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തമ്മിലുള്ള വഴക്ക് പറഞ്ഞു തീർക്കാൻ നേതൃത്വത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അത് പുറത്തേക്ക് വന്നത്? അല്ലെങ്കിൽ ഇത്രത്തോളം വഷളായത്? തുടങ്ങിയ ചോദ്യങ്ങളാണ്. ഒപ്പം തന്നെ സൗജന്യമായി ലഭിച്ചിരുന്ന ഒരു കൺവെൻഷൻ സെന്റർ, ആ കൺവെൻഷൻ സെന്റർ ഒഴിവാക്കി 4.5 ലക്ഷം രൂപ മുടക്കി ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു ജനറൽ ബോഡി നടത്താൻ വേണ്ടി ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ സെന്റർ ബുക്ക് ചെയ്തത് ആര് തീരുമാനിച്ചതാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ജനറൽ ബോഡി യോഗത്തിന് വേണ്ടിയുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ താരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്ക് ജനറൽ ബോഡി യോഗം തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ യോഗം ആരംഭിക്കും. പ്രധാനമായും നിലവിൽ അമ്മയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലൂടെ അമ്മ കടന്നു പോകുന്നൊരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ ഉണ്ണി ശിവപാലിനെതിരെയും കുക്കു പരമേശ്വരനെതിരെയും ആരോപണങ്ങൾ വരുന്നു. അതിന് പിന്നാലെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ടിനി ടോമിനെതിരെ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയക്കെതിരെ തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഒക്കെ വരുന്നു. അത് പിന്നാലെ പോലീസ് കേസാകുന്നു, കോടതിയിലേക്കൊക്കെ എത്തുന്നു. വലിയ വാർത്താ പ്രാധാന്യം. ജനറൽ ബോഡി യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. അതിനിടയിലാണ് അവിശ്വാസ പ്രമേയ നീക്കവുമായി ഒരു വിഭാഗം ആളുകൾ വന്നിരിക്കുന്നത്.